നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്വതി വിജയ കേട്ടോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുഞ്ഞു കാര്യം പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പൊയ്ക്കോളാം. സമയപരിധി വളരെ കുറവായതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ടങ്ങ് പൊയ്ക്കോളാം. കാര്യം വേറെ ഒന്നുമല്ല, ഞാൻ ഈ അടുത്തിടയിൽ ഒരു അധികമായി മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ഒരു ചേച്ചിയാണ്. ആ ചേച്ചിയുടെ വീഡിയോസ് കണ്ടു. ഞാൻ എല്ലാം ഒന്നും കണ്ടില്ല, എങ്കിലും കണ്ട കുറച്ച് വീഡിയോസുകളൊക്കെ നന്നായിട്ടുണ്ട്. നല്ല വീഡിയോസ് ആയിരുന്നു, നല്ല മോട്ടിവേഷനും കാര്യങ്ങളും. ആ സ്ത്രീ ആയിരുന്നാലും അങ്ങനെ അവർ സ്ത്രീയാണെന്ന് വെച്ചാൽ സ്ത്രീകളെ ഭാഷ മാത്രം നല്ലത് പറയുന്ന ഒരു സ്ത്രീ അല്ല. പുരുഷന്മാരെ കുറിച്ചായിരുന്നാലും സ്ത്രീകളെ കുറിച്ചായിരുന്നാലും നല്ലതിനെ നല്ലതെന്നും ചീത്തയെ ചീത്ത ആയ രീതിയിലും സംസാരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു നാട്ടുംപുറത്തുകാരി, ആ ഒരു ലാംഗ്വേജിൽ സംസാരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ സംസാരം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും അത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഞാനപ്പോൾ പറഞ്ഞു വന്നത് അവർക്ക് വന്ന കമൻറ്റ്. അവർ ഈ വിവാഹം കഴിഞ്ഞ സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും സ്ത്രീ കുറച്ചൊന്ന് ഒതുങ്ങി അല്ലെങ്കിൽ കുറച്ച് ക്ഷമ ഒക്കെ കാണിച്ച് ജീവിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞു വന്നത്, അതിൽ ഉൾക്കൊള്ളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് ഞാനത് കുറച്ച് കേട്ടോണ്ടിരുന്നിട്ട് അതിൻ്റെ കമൻറ്റ്, ഞാനിപ്പോൾ ഏത് വീഡിയോസ് കണ്ടായിരുന്നാലും അതിൻ്റെ കമൻറ്റിൽ പോയി ആദ്യം നോക്കും. നല്ലതോ ചീത്തയോ ആയിട്ടുള്ള നല്ല കമൻറ്റും കാണും, ഇപ്പം നല്ലതും കാണും, ചീത്തയായിട്ടുള്ള കമൻറ്റൊക്കെ കാണും കേട്ടാ. പോസിറ്റീവും നെഗറ്റീവും കാണും. അങ്ങനെ ഞാൻ പെട്ടെന്ന് വായിച്ചു നോക്കിയപ്പോൾ നീ എങ്ങനെ അവരെ പറയുന്നു, നീ നിൻ്റെ ജീവിതം ശരിയാക്കിയിട്ട് തന്നെയാണോ നീ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തലയിടുന്നത്, നീ പുരുഷന്മാരുടെ ന്യായീകരിക്കുന്ന, നീ സ്ത്രീ വിരോധിയാണോ എന്നൊക്കെ കുറച്ച് ഇങ്ങനെ കുറേ കമൻറ്റുകൾ കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ അവരുടെ പേജിൽ കയറി കുറേ വീഡിയോസ് നോക്കി. അപ്പം അതിലൊന്നും ഒരു ബോറായിട്ടുള്ള ഒരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ പോസിറ്റീവായിട്ടാണ് അവർ പറയുന്നത്. പുരുഷന്മാരെ കുറിച്ചായിരുന്നാലും സ്ത്രീകളെ കുറിച്ചായിരുന്നാലും വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ ഇടയ്ക്കൊരു ഇൻ്റർവ്യൂവിൽ അവരുടെ ജീവിതാനുഭവം അവർ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഹസ്ബൻഡ് പോയതിൻ്റെയും അവരുടെ ഹസ്ബൻഡിൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിരുന്നു, ഇത്തിരി ചൂടനായിരുന്നു, ആ ഒരു രീതിയിൽ സംസാരിക്കുന്ന വീഡിയോസ് അവർ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഇൻ്റർവ്യൂ പോലെയാണ് കേട്ടോ. അപ്പം അത് ഒക്കെ വച്ചാണ് ഇവർ ഇതിലുള്ള കമൻറ്റുകളൊക്കെ ഇടുന്നത്. കാരണം അവർ മക്കളെന്തോ ഉണ്ട്, പക്ഷേ ഹസ്ബൻഡ് ഡിവോഴ്സ് ആണെന്ന് തോന്നുന്നു, ഡിവോഴ്സാണ്, ആ രീതിയിലാണ് കമൻറ്റുകളൊക്കെ വന്നിരിക്കുന്നത്. മറ്റുള്ളവരെ ഉപദേശിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഭാഗത്ത് ന്യായം വേണം, അല്ലെങ്കിൽ നമ്മൾ നല്ല ഒരാളായിരിക്കണം, എന്നിട്ട് വേണം മറ്റുള്ളവരെ ന്യായീകരിക്കാൻ പോകാം എന്നൊരു ധ്വനിയിലാണ് ആ കമൻറ്റുകൾ ഇട്ടിരിക്കുന്നത്. ഈ ഒരു കമൻറ്റ് പറഞ്ഞതിന് എൻ്റെ വിശദീകരണം ഞാൻ അടുത്ത വീഡിയോയിലിടാം. കാരണം ഇതിൽ ലെങ്ത് ഇത്തിരി കൂടിയത് കൊണ്ട് പെട്ടെന്ന് എന്ന് വെച്ചാൽ ഇതൊരു 3 മിനിറ്റൊക്കെ പോകാൻ പാടുള്ളൂ.